എനിക്ക് ബേസിക്കലി അഭിനയിക്കുന്ന സമയത്ത് കൈ ഒരു ബാധ്യതയാണ്. ഇത് എവിടെ വെക്കണം, എങ്ങനെ പിടിക്കണം, ആകെ കൺഫ്യൂഷൻ അടിക്കും. കയ്യിലൊരു പേനയോ സിഗരറ്റോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട. എത്ര നേരം വെച്ചിട്ടാ പോക്കറ്റിൽ തന്നെ കേട്ടോണ്ടിരിക്കുന്നത്. ശരിയാണ്, അത് എനിക്കും തോന്നിയിട്ടുള്ള സംശയമാണ്. അത് ശരി, എന്നിട്ടാണോ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്? അതെ, ഇതിലിപ്പോ എത്ര പേടിക്കാതിരിക്കുന്നു. ഏറ്റവും സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലേ. ആകെയുള്ള പ്രശ്നം ഈ ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലും മാത്രം ചില ഫ്ലൈറ്റുകൾ പൊട്ടിത്തെറിക്കും. ബാക്കിയൊക്കെ സേഫാ. ആർക്ക് പേടി? കൈകളെ പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ് ബെസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് ബിഹേവ് ചെയ്താലും അതിനനുസരിച്ച് കൈകളും ബിഹേവ് ചെയ്യും. നമ്മൾ പണ്ട് ആനിമൽസ് ആയിരുന്നല്ലോ. ഈ ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാലുകൊണ്ടാണ്. നമുക്ക് വാലുണ്ടായിരുന്നു, പയ്യത് പോയി പോയാണ് കൈയിലോട്ട് എത്തിയത്. നമ്മൾ സംസാരിക്കുന്ന ഫുൾ റിതം കൈകളിലൂടെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ജെന്യുവിനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ആവും. ഇപ്പൊ തന്നെ പേടിച്ചപ്പോ കയറി പിടിച്ചില്ലേ. ഡേവിഡിന് അത് ചെയ്യാൻ പറ്റും, പേടിക്കാം. പക്ഷെ സൂപ്പർ സ്റ്റാറിന് പേടിക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ ഡിഫറൻസ്. എനിക്ക് പേടിയൊന്നുമില്ല. നോയിക്കോട്ടെ, നമുക്ക് സ്റ്റേജിൽ കയറാൻ നേരത്ത് ആ അപകർഷതാബോധം, വിധേയത്വം, ആ ബോഡി ലാംഗ്വേജ് ഉണ്ടാ. കൈ അനക്കിയിട്ടില്ല. കണ്ട കണ്ട നോയിക്കോ, കണ്ട കൈ അനക്കാത്തണ്ട. അതുപോലെ ഇപ്പം എടുക്കാൻ പോകുന്ന സീനിൽ ഇയാളെ മനസ്സിലിങ്ങനെ വിഷമമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് പിടിച്ചാൽ അടിപൊളിയായിരിക്കും. പിന്നെ ചില സിനിമകളിലൊക്കെ ലാലേട്ടൻ വിരലുകൊണ്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറയണേ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അങ്ങനെ സ്കോപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അത് ഈ സീനിലല്ല, സ്കോപ്പ് വന്നിട്ട് പറഞ്ഞോളാം. എടാ സീരിയസ് ആയിട്ടൊരു കാര്യം, എടാ ഈ സീനിലല്ലടാ. ഇങ്ങനെയാണെങ്കിൽ ഞാനൊന്നും ചോദിക്കല്ലോ, എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. അങ്ങനെ വരക്കില്ലല്ലേ, പിടിക്കാല്ലേ. ഞാൻ ഈ ക്യാരക്ടറിനൊന്ന് സ്റ്റഡി ചെയ്തിരുന്നു. ഇവിടെ പെങ്ങളൊക്കെ മരിച്ച് അതിന് റിവെഞ്ച് മുത്തി തീവ്രവാദിയായി ആകെ സൈക്കോ ആയിട്ട് നിൽക്കുന്നൊരു അവസ്ഥയിലാണ്. പിന്നെ നമ്മുടെ ആകെ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോണാണ്. സ്പീഡ് മൂവി കണ്ടിട്ടില്ലേ? ദിലീപിന്റെ ഓട്ടപ്പടം നിങ്ങൾ പോയി ഇറങ്ങിപ്പോ ഡെന്നിസ് സൂപ്പറിന്റെ സ്പീഡ് മൂവി. അതിൽ പുള്ളി പിടിച്ചൊരായിട്ടുണ്ട്. ഫോൺ എടുക്കട്ടെ, ഈ കഴിച്ച് ഇങ്ങനെ പിടിക്കുന്നവരും ഇതിങ്ങനെ പിടിച്ചിട്ട് ഒരു വേറെ സാധനമുണ്ട്. സർപ്രൈസ് ആണ്. നിങ്ങൾക്ക് തെറ്റി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. നിങ്ങൾ എന്നെയല്ല വളഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ. ഒരു നഗരത്തിലൊരു അനീതി നടന്നാൽ അസ്തമയത്തിനുള്ളിൽ അവിടെ കലാപം നടന്നിരിക്കണം. ഇവിടെ അനീതി നടന്നത് എൻ്റെ കുടുംബത്താണ്. కలాపం നടന്നിരിക്കും. ఫిలాసఫీలో 4 పాయింట్స్ ఉంటాయి. అందులో ఈ రోజు మనము ఎథిక్స్ గురించి చెప్పుకుంటున్నారు. ఎథిక్స్ అంటే ఏంటి? నమ్ చేసేలో పనిలో రైట్ ని రైట్ అని అంటారు, రాంగ్ ని రాంగ్ అని అంటారు. అదే ఎథిక్స్. మేడం సర్ప్రైజ్. ఫర్ ఎగ్జాంపుల్ ఎక్సైట్మెంట్. ఒక రోడ్డు మీద ఒక బిచ్చగాడు బిచ్చం అడుగుతుంటే ఒకరు పాపమని బిచ్చం వేస్తారు, ఇంకా ఒకరు బాగానే ఉంటారు కదా, పని చేసుకోవచ్చు కదా అని ఉంటారు. మేడం డిస్కస్డ్. అండ్ కట్. എക്സ്ക്യൂസ് മീ, അനുഭവൽ. ഞാനിപ്പോൾ നിങ്ങൾ സീൻ കണ്ടിരുന്നു, നല്ലൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. മാഡത്തിൻ്റെ 1-2 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യമില്ലാണ്ട് എക്സ്പ്രഷൻ ഇങ്ങനെ വാരി വലിച്ചിടാം, ഒരു ഫീൽ, ഒരു വെയിറ്റ് ഇല്ല. ഈ ക്ലാസിക്കൽ ഡാൻസിന് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതാണ്. വെറുതെ അല്ല, അത്ഭുതം എന്ന് പറഞ്ഞപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അത്ഭുതം. പിന്നെ ആ വിദ്യയായിട്ടുള്ള ഡയറക്ടർ പുച്ഛം എന്ന് പറഞ്ഞപ്പോൾ വൃത്തിയായിട്ടോ ഒരു പുച്ഛം. എങ്ങനെ ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഒന്ന് സഹായിக்கலாம் വിചാരിച്ച് പറഞ്ഞതാ. കോംപ്ലക്സ് ക്വസ്റ്റ്യനാണ്, സിമ്പിളായിട്ട് പറഞ്ഞ ബാല. പാലോ തൈരോ ഇപ്പൊ തന്റെ അടുത്ത് ആരോ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് കണ്ടുകഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാ. തനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് അങ്ങോട്ട് കയറി കുറ്റം പറയാം.
അടിപൊളി. ഇത് തന്നെയാണ് എൻ്റെ ഉമ്മയും പറയാറുള്ള ഒരു കാര്യമില്ലാണ്ട് മറ്റുള്ള കാര്യത്തിൽ കയറി അഭിപ്രായം പറയാറ്. പിന്നെ അത് ഞാൻ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാണ് കേട്ടോ. ബിക്കോസ് ഞാനൊരു ആക്ടിങ് കോച്ചാണ്. താനാണോ ഡേവിഡിന്റെ ആക്ടിങ് കോച്ച്? എങ്ങനെ മനസ്സിലായി ഞങ്ങൾ പരമരഹസ്യമായി വെച്ചിരിക്കുന്ന സത്യം? ഞാൻ ചിലരെയൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാറുണ്ട്. കുറ്റമാണ് കഴിഞ്ഞോ? ഇറ്റ്സ് ഓക്കെ, ബൈ. സാരമില്ല, പറഞ്ഞേക്ക്. എന്താ എൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാല്ലേ ആക്ടിങ് കോച്ച്? അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ശരിയാക്കാം. മരത്തിനെ കണ്ടാൽ തന്നെ അറിയാം, മരത്തിൻ്റെ ജീവിതത്തിലോ ശരീരത്തോ ഇന്നവരെ അഴുക്കോ ചെളിയൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എങ്കിൽ അഴുക്ക് പറ്റാത്തൊരു അഭിനയം. ഫോർ എക്സാമ്പിൾ, അയ്യേ ഡിസ്കസ്റ്റ്. ആ പിള്ളേർ വയറും നമ്മളുടെ റിയാക്ഷൻ, അതിന് പകരം ഈ റിയാക്ഷൻ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായ ബാല ആക്ടിങ് കോച്ച്. അയ്യോ, ഇതെന്തു പറ്റി? ഒന്നുമില്ല, ചെറിയൊരു പരിക്ക്. ഹോസ്പിറ്റലിൽ പോണ്ടേ? ഹോസ്പിറ്റലൊന്നും പോകണ്ട, പെയിൻ കില്ലർ അടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ പോയ ഷൂട്ട് തുടങ്ങും. ആണോ? അല്ല, എൻ്റെ പെർഫോമൻസ് കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു? ഞാൻ കണ്ടിട്ടാ പോയത്. എന്നിട്ട് എവിടെ പോയി? അപ്പുറത്ത് തെലുങ്കുവരത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ പഴയ നടിയില്ലേ ആൻബാവ, അവരുണ്ട് അവിടെ. നല്ല രസമുണ്ട് കേട്ടാ. അവളുണ്ടോ അവിടെ? ആ ഉണ്ട്, അവിടെ ഉണ്ട്. മരച്ചോട്ട് സാരി കൊടുത്തിരിക്കുന്നുണ്ട് അവിടെ. ഓ, നല്ല വർക്കുണ്ടല്ലോ. നോക്കണ്ട ഇതൊക്കെ. ശരി, ആൾക്കാരോട് ഇങ്ങോട്ട് വരാൻ പറയാം. അവിടെ കൂട്ടുകൂടി നിൽക്കല്ലെന്ന് പറയാം. ഇന്ദ്രൻ ചേട്ടൻ ഫാമിലി അവിടെ നിന്ന് വളർക്കണമെന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേവിക ആ ടൈമിൽ പോകുന്നു. അവിടെ അതിലൊരു സഞ്ചി ഉണ്ട്. ആ സഞ്ചിയിലേക്ക് തീവ്രവാദി കൊണ്ടിട്ട് പോകുമ്പോൾ പ്ലാൻ ചെയ്യും. സഞ്ചിയിലോട്ട് വെക്കുന്ന സമയത്ത് ടൈറ്റ് റേഞ്ചിലോട്ട് പോയിട്ട് അവിടെ കട്ട് ചെയ്താൽ പറയാം. ഓക്കെ, പ്ലാസ്റ്റിക്കിന് മാസ്റ്റർ നോക്കിക്കോളൂ. മാസ്റ്റർ നോക്കിക്കോളും. ഡേവിഡ് സാറ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് പഠിച്ചോണ്ടിരിക്കുക. നന്നായതല്ല, നന്നാക്കിയതാ. പൊളിച്ച്. അതൊക്കെയാണ് അത്. പക്ഷെ സങ്കടം കുറച്ചും കൂടി ഉള്ളിൽ നിന്ന് വരണം. വെച്ചാൽ അത് ഉള്ളിൽ നിന്ന് വരണം. നമ്മൾ ഇവോക്ക് ചെയ്യണം. ഇയാൾ കുറേ നേരം തിയറി പറയുന്നു. ഒന്ന് ചെയ്ത് കാണിച്ചേ, ഞാൻ അതുപോലെ ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് വായിക്കണ്ടേ, അതിന് കുറച്ച് സമയം എടുക്കും. എത്ര മിനിറ്റ് എടുക്കും? മിനിറ്റ് അങ്ങനെ പക്ഷേ കാണിച്ചു കൊടുക്ക്. അത് കാണിക്കുന്നത് നിങ്ങൾ എന്താ കാണിക്കണത്? അത് ഒരു പ്രാവശ്യം കാണിക്കാം, പിന്നെ ചെയ്യാൻ പറയരുത്. ഒറ്റ പ്രാവശ്യം കാണിക്കാം മതി. ഓക്കെ. ഇല്ലാത്ത പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ്. കുറച്ച് എക്സ്ട്രീം ആയിരിക്കും, ലൈറ്റ് അല്ല, കുറച്ച് എക്സ്ട്രീം ആയിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ കുട്ടിയുടെ ഇയാൾ കാണിക്കാൻ പറ്റുമോ? കാണിക്കണം. കുറേ നേരമായി. ഞാൻ പറഞ്ഞില്ല എക്സ്ട്രീം ആയിരിക്കും. പിന്നെ എന്താ ലൈറ്റ് അല്ല. നീ തെച്ചിരിക്കും, ഞാൻ തെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ മോശം കാണിക്കാൻ തന്നെ മരിക്കും.
നിന്റെ ഭാഗ്യമാണ്. നിന്റെ ഈ സായിബാവോട്ടുള്ള ഫേസ് ഇല്ലേ, അത് എന്നോട് ട്രാജഡി. തമാശ. ചേട്ടൻ എന്താ വെച്ചിരിക്കുന്നത് കുറെ നേരമായിട്ട്? കണ്ണുടക്ക്, കണ്ണുടക്ക്. ഗംഭീരായി.